ക്രൈസ്തവരെ കുരച്ചു പേടിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരോടും അച്ചാരം വാങ്ങി സമുദായത്തെ ഒറ്റുകൊടുക്കുന്നവരോടും. ക്രൈസ്തവരുടെ പ്രതിഷേധം ഈശോ എന്ന സിനിമയ്ക്ക് എതിരെയോ അതോ കേരളത്തിൽ മലയാള സിനിമാ രംഗത്ത് നിലനിൽക്കുന്ന ദുഷിച്ച വ്യവസ്ഥിതിക്കെതിരെയോ? ഈ ദിവസങ്ങളിൽ അനേകം പേർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈശോ എന്ന പേര് ഒരു സിനിമയ്ക്ക് ഇടുന്നതിന് എതിരെ ഇത്രയും കടുത്ത പ്രതിഷേധങ്ങളുടെ ആവശ്യമുണ്ടോ? ക്ഷമിക്കുവാനും സഹിക്കുവാനും പ്രാർത്ഥിക്കുവാനും പഠിപ്പിച്ച ഗുരുവിന്റെ ശിഷ്യർ ഈ കാണിക്കുന്ന പ്രതിഷേധങ്ങൾ അക്രൈസ്തവമല്ലേ? മറ്റു മതങ്ങളിലെ ചില തീവ്ര ഗ്രൂപ്പുകളുടെ നിലവാരത്തിലേക്ക് ക്രൈസ്തവരും താന്നു പോകുകയാണോ? ഇങ്ങനെ ചോദിക്കുന്നവരിൽ ചുരുക്കം ചില വൈദികരും സന്യസ്തർ പോലുമുണ്ട്. ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ഇപ്പോൾ ഈശോ എന്ന ചിത്രത്തിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾ ഒരു സിനിമാ പേരിനെതിരെ മാത്രം ഉള്ളതല്ല. ഏതാനും വർഷങ്ങളായി കലാരംഗത്ത്, പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ ചിലർ മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്ത ഒരു ദുഷിച്ച വ്യവസ്ഥിതിക്കെതിരെ ക്രൈസ്തവ സമൂഹം ഉണർന്നെഴുന്നേറ്റതാണ് ഇന്ന് കേരളം കാണുന്നത്. 2010 മുതൽ മലയാള സിനിമയിൽ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ അവഹേളനത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ക്രൈസ്തവ വിശ്വാസത്തെ അപമാനിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അപമാനിച്ചിട്ടും ക്രൈസ്തവർ പുലർത്തിയ കുറ്റകരമായ നിശബ്ദതയാണ് ഇക്കൂട്ടർക്ക് വളമായത്. മതനിന്ദയും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നത് ക്രിസ്ത്യാനികളുടെ മുതുകത്താകുമ്പോൾ കൈയും കാലും തലയും സുരക്ഷിതമായി ഉണ്ടാകുമെന്ന ഉറപ്പുള്ളതുകൊണ്ടും ക്രിസ്ത്യാനികൾ സമാധാനകാംക്ഷികളായതുകൊണ്ടുമാണല്ലോ ഇത് സംഭവിക്കുന്നത്. ഒരു സമൂഹത്തെ തുടർച്ചയായി അവഹേളിച്ചും പ്രകോപിപ്പിച്ചും കൊണ്ട് ഒരു കൂട്ടർ അഴിഞ്ഞാടുന്നു. അതിനെതിരെ പ്രതികരിക്കുന്നവരെ ചിലർ വർഗീയവാദികളായി മുദ്രകുത്തുന്നു. ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും നിശബ്ദത പാലിക്കുന്ന ജനപ്രതിനിധികളും ഭരണകൂടവും. സമൂഹത്തിൽ വിഭജനമുണ്ടാക്കുന്നവരെ കുറ്റപ്പെടുത്താതെ പ്രീണനം നടത്തുന്നവരാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ വിഷവിത്തുകളെ വളർത്തുവാൻ സഹായിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങളാണ് ഈ സമൂഹത്തെ വർഗീയമായി വിഭജിക്കുന്നത്. സമൂഹത്തെ ഇത്രമേൽ സ്വാധീനിക്കുന്ന സിനിമ എന്ന മാധ്യമത്തിലൂടെ ക്രൈസ്തവ വിശ്വാസത്തെ തകർക്കുക. ഇതെല്ലാം കാണുമ്പോഴും ക്രൈസ്തവർ നിശബ്ദരായി ഇരിക്കണമെന്നാണോ ഇവിടുത്തെ കാപട്യത്തിന്റെ മൂടുപടമണിഞ്ഞ സാംസ്കാരിക നായകർ പറയുന്നത്? കുരച്ചു പേടിപ്പിക്കുന്ന കാലം കഴിഞ്ഞു. ക്രൈസ്തവർക്കിപ്പോൾ കാര്യങ്ങൾ അറിയാം. ഏതു വിധേനയും ക്രൈസ്തവ വിശ്വാസത്തെ തകർക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയവരെയും ചിലരുടെ പണം വാങ്ങി വിശ്വാസത്തെ തകർക്കുവാൻ കൂട്ടുനിൽക്കുന്ന കൂട്ടത്തിലുള്ളവരെയും അറിയാം. ഇനിയും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയ വിരലിൽ എണ്ണാവുന്ന നിഷ്കളങ്ക കുഞ്ഞാടുകളും ഉണ്ടാകാം. അവരും വൈകാതെ സത്യം തിരിച്ചറിയും. ഇനി ഈ നിശബ്ദത തുടരാൻ ക്രൈസ്തവർ ആഗ്രഹിക്കുന്നില്ല. തിയേറ്റർ കത്തിക്കുവാനോ കാലുവെട്ടുവാനോ കൈവെട്ടുവാനോ അല്ല, പക്ഷേ അവർ ഇറങ്ങും. വേണ്ടി വന്നാൽ തെരുവുകളിലേക്കും. നിയമം അനുവദിക്കുന്ന സകല മാർഗങ്ങളും ഉപയോഗിച്ച് ക്രൈസ്തവ വിരുദ്ധ സിനിമകൾക്കെതിരെ ക്രൈസ്തവ സമൂഹം പോരാടും. കഴിഞ്ഞ കുറെ വർഷങ്ങളായി സിനിമകളിലൂടെ ക്രൈസ്തവ വിശ്വാസം അവഹേളിക്കപ്പെട്ടപ്പോൾ ക്രൈസ്തവരായ ഒന്നോ രണ്ടോ രാഷ്ട്രീയ നേതാക്കൾ ഒഴികെ ക്രൈസ്തവ നാമധാരികളായ ആരും കമ എന്നൊരക്ഷരം മിണ്ടിയില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് എന്ത് വിവരക്കേടും കാണിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ലൈസൻസ് അല്ല. കലയെ കലയായി മാത്രം കണ്ടാൽ മതിയെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിച്ചുകൊണ്ട് മാത്രമുള്ള സിനിമകൾ ഇറങ്ങി? ഏകദേശം 2010 മുതലാണ് ഈ ദുഷിച്ച പ്രവണത മലയാള സിനിമയിൽ ശക്തി പ്രാപിക്കുവാൻ തുടങ്ങിയത്. അതുവരെയും സിനിമകൾ നിർമ്മിക്കുക, അതിൽ നിന്ന് ലാഭം എടുക്കുക എന്ന ലക്ഷ്യത്തോടെ സിനിമയെടുക്കുന്നവരും ലാഭമോ നഷ്ടമോ നോക്കാതെ നല്ല സിനിമ എടുക്കുകയോ ചെയ്തവർ മാത്രമായിരുന്നു സിനിമാ നിർമ്മാണ രംഗത്ത്. എന്നാൽ 2010 മുതൽ മലയാള സിനിമാ രംഗത്ത് പുതിയ ഒരു കൂട്ടർ പ്രത്യക്ഷപ്പെട്ടു. നമുക്കവരെ ഷാഡോ പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കാം. അവരുടെ ലക്ഷ്യം മുമ്പ് പറഞ്ഞതൊന്നുമല്ല, മറ്റൊന്നായിരുന്നു. തികച്ചും നിഗൂഢമായ മറ്റൊന്ന്. അതായത് സിനിമകളിലൂടെ മറ്റു മതവിശ്വാസങ്ങളെ ഇകഴ്ത്തിക്കാട്ടുക, പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസത്തെ. തുടർച്ചയായി ക്രൈസ്തവ വിരുദ്ധത എന്ന സ്ലോ പോയിസൺ
സമൂഹ മനസ്സുകളിൽ സിനിമകളിലൂടെ കുത്തിവെച്ച് കഴിഞ്ഞ 2000 വർഷത്തെ നിസ്വാർത്ഥ സേവനങ്ങളിലൂടെ ക്രൈസ്തവ സഭകൾ ഉണ്ടാക്കിയെടുത്ത സത്പേരിനെ നശിപ്പിക്കുക. അങ്ങനെ ക്രൈസ്തവ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുക. പുറമെ നാം കാണുന്നവരായിരുന്നില്ല ആ ചിത്രങ്ങളുടെ യഥാർത്ഥ നിർമ്മാതാക്കൾ. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലൂടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വഴി അക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു. ചുരുങ്ങിയത് 4 മലയാള ചിത്രങ്ങൾക്ക് വേണ്ടിയെങ്കിലും കള്ളക്കടത്ത് വഴി കടന്നു വന്ന പണം ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ആ നാളുകളിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം അവയിൽ പലതും ക്രൈസ്തവ വിരുദ്ധ സിനിമകളായിരുന്നു. മറ്റുള്ളവ ഒരു പ്രത്യേക മതവിശ്വാസത്തെ ഉയർത്തിക്കാണിക്കുവാനും പ്രണയത്തിൽപ്പെടുന്ന പെൺകുട്ടികൾ ആ മതവിശ്വാസം സ്വീകരിക്കുന്ന വിധത്തിൽ പ്രണയക്കുരുക്കുകളെ പ്രോത്സാഹിപ്പിക്കുന്നതും. ക്രൈസ്തവ വിശ്വാസത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച ക്രൈസ്തവ വിരുദ്ധ സിനിമകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ട്രാൻസ് എന്ന ചിത്രമാണ്. പ്രഥമ ദൃഷ്ടിയ ആ ചിത്രം ലക്ഷ്യം വെക്കുന്നത് പെന്തക്കുസ്ത് സഭകളിലെ ചിലരുടെ തെറ്റായ പ്രവണതകളെ എന്ന് തോന്നുമെങ്കിലും ആ ചിത്രം നിർമ്മിച്ചവരുടെ യഥാർത്ഥ ലക്ഷ്യം കേരളത്തിലെ ക്രൈസ്തവരിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ശക്തി പ്രാപിച്ച് വിശ്വാസികളെ ക്രൈസ്തവ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുന്ന കരിസ്മാറ്റിക് പ്രസ്ഥാനത്തെ താറടിക്കുക എന്നതായിരുന്നു. അതായത് വചനപ്രഘോഷണവും രോഗശാന്തി ശുശ്രൂഷകളും വെറും തട്ടിപ്പാണെന്നും ഇതെല്ലാം ചില മാഫിയകളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണെന്നും അവർ ആ സിനിമയിലൂടെ കേരളത്തിലെ യുവജനങ്ങളോട് വിളിച്ചു പറഞ്ഞു. അതിന്റെ ഫലമോ എത്രയധികം യുവജനങ്ങളും കുട്ടികളുമാണ് ആ സിനിമ വഴി കരിസ്മാറ്റിക് പ്രസ്ഥാനത്തെയും ക്രൈസ്തവ വിശ്വാസത്തെയും സംശയദൃഷ്ടിയോടെ നോക്കിക്കാണാൻ തുടങ്ങിയത്. മാത്രമല്ല, ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും മനോരോഗത്തിന്റെ ലക്ഷണമാണെന്ന് ആ സിനിമ ജനത്തോട് വിളിച്ചു പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ നടക്കുന്ന രോഗശാന്തികൾ വെറും ഗിമിക്കുകളാണെന്ന് വിളിച്ചു പറഞ്ഞ ആ സിനിമയ്ക്ക് കൈയടിച്ചവരിൽ ഒരു വിഭാഗം ക്രൈസ്തവരുമുണ്ടായിരുന്നു. പ്രത്യക്ഷത്തിൽ പാസ്റ്റർമാരെ ലക്ഷ്യം വെച്ച ആ സിനിമയുടെ യഥാർത്ഥ ലക്ഷ്യം കത്തോലിക്ക സഭയിലെ പ്രശസ്തരായ വചന പ്രഘോഷകരെയും ധ്യാന ഗുരുക്കന്മാരെയും തട്ടിപ്പ് വീരന്മാരായി ജനമനസ്സുകളിൽ രൂപപ്പെടുത്തിയെടുക്കുക എന്നതായിരുന്നു. സ്വന്തം മതവിഭാഗത്തിലെ തെറ്റായ രീതികളെ സിനിമകളിലൂടെ തിരുത്താതെ ക്രൈസ്തവ വിശ്വാസത്തിലെ പലതും തെറ്റാണ് എന്ന് സിനിമകളിലൂടെ വിളിച്ചു പറയുന്നവരുടെ ഉദ്ദേശശുദ്ധിയെ നാം തിരിച്ചറിയണം. ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുവാൻ മാത്രം ലക്ഷ്യമിട്ട് പുറത്തുവന്ന മറ്റൊരു ചിത്രമാണ് റോമൻസ്. 2 കള്ളന്മാരായ കുറ്റവാളികൾ എടവക പള്ളിയിലെ വൈദികരായി മാറുന്ന കഥ. കള്ളന്മാരായ അവർ ആ ദേവാലയത്തിനകത്തും പുറത്തും നടത്തുന്ന കുറെ കോപ്രായങ്ങളും കോമാളിത്തരങ്ങളും. കുമ്പസാരം എന്ന കുദാശയെ ഇത്രയും വികലമായി ചിത്രീകരിച്ച മറ്റൊരു സിനിമ ലോകത്തിൽ ഉണ്ടാകുമോ എന്ന് അറിയില്ല. തങ്ങളുടെ ലൈംഗിക തൃഷ്ണ ശമിപ്പിക്കുവാൻ വേശ്യയുടെ കുമ്പസാരം കേൾക്കാൻ കുമ്പസാരക്കൂടിലേക്ക് ഓടുന്ന വൈദികർ. വീണ്ടും കേട്ട് രസിക്കാൻ തെരുവ് വേശ്യയോട് പാപങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുവാൻ ആവശ്യപ്പെടുന്ന കോമാളിയായി വൈദികൻ. മാത്രമല്ല, രാത്രിയിൽ വേശ്യയുടെ വീട് തേടി പോകുന്ന വൈദികരെയും പരിഹാസത്തോടെ ആ സിനിമയിൽ അവതരിപ്പിച്ചപ്പോൾ ആ സിനിമയുടെ നിർമ്മാതാവിന്റെ മനസ്സിലെ നിഗൂഢ ലക്ഷ്യങ്ങളെക്കുറിച്ച് അറിയാതെ ക്രൈസ്തവർ അടക്കമുള്ള പ്രേക്ഷകർ കൈയടിച്ച് ആസ്വദിച്ച് ചിരിച്ചു. സത്യത്തിൽ അപ്പോൾ ശരിക്കും ചിരിച്ചത് ആ ചിത്രത്തിന്റെ ഷാഡോ പ്രൊഡ്യൂസർ ആയിരുന്നിരിക്കണം. തന്റെ ശ്രമം വിജയിച്ചിരിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിന്റെ നിലനിൽപ്പിന്റെ അവിഭാജ്യ ഘടകങ്ങളായ വൈദികരെ വെറും പെണ്ണുപിടിയന്മാരും കള്ളന്മാരും കോമാളികളുമായി ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ, പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ മനസ്സിൽ ചിത്രീകരിക്കുന്നതിൽ അവർ വിജയിച്ചിരിക്കുന്നു. ക്രൈസ്തവരെ വിശ്വാസത്തിലും ആത്മീയ കരുത്തിലും ചേർത്ത് പിടിക്കുന്നത് പുരോഹിതരാണെന്ന തിരിച്ചറിവിൽ പൗരോഹിത്യം എന്ന ശുശ്രൂഷയെ അവഹേളിക്കുവാനായി വിഷലിപ്തമായ തിരക്കഥകൾ മെനഞ്ഞുണ്ടാക്കി ഇവർ ബോധപൂർവം സിനിമയാക്കി. വൈദികരെ ആക്ഷേപിക്കുന്ന മാസ് ഡയലോഗുകൾ അടിക്കുന്ന ഹീറോകളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജനതയായി വിശ്വാസികളെ മാറ്റുവാൻ ഒരു പരിധിവരെ ഇവർക്ക് സാധിച്ചു. ക്രൈസ്തവരുടെ ഏറ്റവും പരിപാവനമായ കൂദാശകൾ ഇവരുടെ അവഹേളനത്തിന് പാത്രമായി. ദേവാലയത്തെയും വിശുദ്ധ കുർബാനയും അവഹേളിക്കുന്ന സീനുകളും, വിശുദ്ധ കുർബാന സ്വീകരണത്തിൽ ക്യൂവിൽ തള്ളിക്കയറിയ നായകനും തട്ടിച്ചിതറിയ ഓസ്തികളും കണ്ട് നാം ക്രിസ്ത്യാനികളടക്കം ഊറിച്ചിരിച്ചപ്പോൾ ഗൂഢലക്ഷ്യങ്ങളോടെ പിന്നണിയിൽ പ്രവർത്തിച്ചവർ
ക്രൈസ്തവരുടെ ബോധമില്ലായ്മയോർത്ത് അറിഞ്ഞു ചിരിച്ചു. വിശുദ്ധ ബൈബിളിനെയും ക്രിസ്തുവിനെ തന്നെയും വികലമായി ചിത്രീകരിക്കുന്നത് ഒരു നാട്ടുനടപ്പാണെന്ന രീതിയിൽ ചില പച്ച പരിഷ്കാരികളും ആവിഷ്കാര സ്വാതന്ത്ര്യക്കാരും ഉച്ചസ്വരത്തിൽ വാദിച്ച് തങ്ങളുടെ യജമാനന്മാരെ സംതൃപ്തരാക്കി. ഇങ്ങനെ ക്രൈസ്തവ വിശ്വാസത്തെ താറടിക്കുവാൻ ചിലർ മനഃപൂർവ്വം നിർമ്മിച്ചെടുത്ത എത്രയെത്ര ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വിശുദ്ധൻ, അഞ്ചാം പാതിര തുടങ്ങിയവ ചില ഉദാഹരണങ്ങൾ മാത്രം. ഹല്ലേലൂയ, ഈമയൗ, പ്രൈസ് ദി ലോർഡ്, പിതാവിനും പുത്രനും തുടങ്ങി നിരവധി ക്രൈസ്തവരുടെ ആരാധനാ നാമങ്ങളിൽ സിനിമയുടെ പേരിട്ട് അവഹേളിച്ചു. ഇത്തരം പ്രവണതകൾ കണ്ടും കേട്ടും അടുത്തിരിക്കുന്ന കേരളത്തിലെ ക്രൈസ്തവരുടെ മുന്നിലേക്കാണ് പ്രതീകാത്മകമായി തോക്കും ചോരയും നിറച്ച് ഈശോ എന്ന സിനിമയുടെ പോസ്റ്റർ എത്തിയത്. മാത്രമല്ല, ഈശോ നോട്ട് ഫ്രം ബൈബിൾ എന്ന ടാഗ്ലൈനും. അതായത്, ഞങ്ങൾ പറയുന്ന ഈശോ ബൈബിളിലെ ഈശോയല്ല. മറ്റൊരർത്ഥത്തിൽ ആ ഈശോയെക്കുറിച്ച് ഞങ്ങൾ എന്തും പറയും, ആരും എതിർക്കേണ്ടതില്ല. കാരണം അത് വെറും ഒരു കഥാപാത്രം മാത്രം. ഇപ്പോൾ ക്രൈസ്തവ സമൂഹം നടത്തുന്ന പ്രതിഷേധങ്ങൾ ഒരു ഈശോ എന്ന സിനിമാ പേരിനെതിരെ ഉള്ളത് മാത്രമല്ല, ഒരു വിഷലിപ്തമായ ദുഷിച്ച വ്യവസ്ഥിതിയെ മലയാള സിനിമാ മേഖലയിൽ നിന്ന് തുടച്ചു നീക്കുവാൻ വേണ്ടി കൂടിയാണ്. ആ ശ്രമങ്ങൾക്ക് ജാതി മത ഭേദമന്യേ കേരള സമൂഹത്തിന്റെ പിന്തുണ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ചോദിക്കുകയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ കണ്ടില്ലെന്ന് നടിക്കാതെ ക്രിസ്ത്യാനികളുടെ മനോവിഷമം മനസ്സിലാക്കി മതവികാരം വ്രണപ്പെടുത്തുന്ന ക്രൈസ്തവ വിരുദ്ധ സിനിമകൾക്കെതിരെ ഉചിതമായ നടപടിയെടുക്കുവാൻ ഇനിയെങ്കിലും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയും സംസ്ഥാന DGPയും തയ്യാറാകണം.